വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വിമാനയാത്ര ജനകീയമാക്കണം. സിയാൽ ഏവിയേഷൻ സമ്മിറ്റിൽ മുഖ്യമന്ത്രി. വിമാനയാത്ര ജനകീയമാക്കണമെന്നും യാത്രാ ചെലവും പ്രവർത്തന ചെലവും കുറയ്ക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യോമയാന വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് ആസൂത്രിതമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിക്കിയുടെ സഹകരണത്തോടെ സിയാൽ സംഘടിപ്പിച്ച കേരള വ്യോമയാന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൗകര്യങ്ങൾ, നയസന്നദ്ധത, നവീകരണ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിലും ഉച്ചകോടിയിൽ വിദഗ്ധ ചർച്ചകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും വിദഗ്ധരും ഈ ചർച്ചകളിൽ പങ്കുചേരുന്നുണ്ട്. വ്യോമയാന വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്ന പുതിയ ബിസിനസ് മോഡലുകൾ, വരുമാന സ്രോതസ്സുകൾ, സാങ്കേതിക വിദ്യകൾ, ഇവയെപ്പറ്റിയെല്ലാം ഇവിടെ ചർച്ചകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം സിയാൽ നിർമ്മിച്ച നൂതന സംവിധാനങ്ങളടങ്ങിയ ഒരു ആരോഗ്യ സ്ക്രീനിംഗ് ബ്ലോക്ക് വിമാനത്താവളത്തിലെ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷന് കൈമാറുകയാണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ യെല്ലോ ഫീവർ വാക്സിനേഷനും മറ്റ് പകർച്ചവ്യാധികൾക്കുള്ള സ്ക്രീനിംഗ് സെൻ്ററായും പ്രവർത്തിച്ചു വരികയാണ്. അവരുടെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് ഈ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 7 നെഗറ്റീവ് പ്രഷർ ക്വാറന്റൈൻ റൂമുകൾ അടങ്ങുന്ന ഒരു വലിയ സംവിധാനമാണ് ഈ ബ്ലോക്ക്. അതിൽ 2 VIP യൂണിറ്റുകളും ഉൾക്കൊള്ളുന്നു. മൂലധന ചെലവ് കുറിച്ചും സമയനഷ്ടമില്ലാതെ യാത്ര ഉറപ്പാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വിമാനത്താവളങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രവാസികളുടെ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിലും വിമാനത്താവളങ്ങൾ വലിയ പങ്ക് വഹിച്ചു. വ്യോമയാന വ്യവസായത്തിൽ സിയാൽ ജനകീയ മാതൃക തീർത്തെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 34,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച സിയാൽ സാങ്കേതിക വിദ്യ മാറ്റങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടു. വ്യോമഗതാഗതം ശക്തിപ്പെടുന്നത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കും. സിവിൽ ഏവിയേഷൻ ഹബ്ബായി മാറാൻ കേരളത്തിന് ഏറെ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ പ്രാദേശിക വ്യോമയാന ചർച്ചകളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമെന്നും നിക്ഷേപ നവീകരണ സാധ്യതകൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എയർപോർട്ട് ഹെൽത്ത് ഓഫീസ് സിയാലിൽ ആരംഭിക്കുന്ന എയർപോർട്ട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യ കേന്ദ്രത്തിന്റെ താക്കോൽദാനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. മന്ത്രി P. രാജീവ് അധ്യക്ഷനായ ചടങ്ങിൽ ചാലക്കുടി MP ബെന്നി ബെഹ്നൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക്, സിയാൽ ഡയറക്ടർമാരായ അരുണ സുന്ദർരാജൻ, NV ജോർജ്, വർഗീസ് ജേക്കബ്, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ S. സെന്തിൽനാഥൻ, ഫിക്കി സീനിയർ ഡയറക്ടർ മനോജ് മേത്ത എന്നിവരും പങ്കെടുത്തു. സിയാൽ മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ് സ്വാഗതവും എയർപോർട്ട് ഡയറക്ടർ G. മനു നന്ദിയും പറഞ്ഞു. കേരളത്തിലെ വ്യോമയാന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക, കേരളത്തിലെ ആഗോള വ്യോമയാന കേന്ദ്രമായി മാറ്റുക, പ്രാദേശിക ഏവിയേഷൻ, ലോജിസ്റ്റിക് ഹബ് എന്നിവ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ എയർ ട്രാവൽ, MRO, ഇക്കോസിസ്റ്റം എന്നിവയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഏവിയേഷൻ മേഖലയിലെ തന്ത്രപ്രധാന മാറ്റങ്ങൾ, നയരൂപീകരണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഉച്ചകോടി ചർച്ച ചെയ്യും. ഉച്ചകോടി ഞായറാഴ്ച സമാപിച്ചു. ഉച്ചയ്ക്ക് 12-ന് നടന്ന സമാപന സമ്മേളനം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.